കുറ്റവാളിയാണ് ഇപ്പോൾ മരണം വരെ തടവിന് വിധിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്റ്റൽ രാജ്. മാനസിക വെല്ലുവിളി നേരിടുന്ന വയോധികയെ ബലാത്സംഗം ചെയ്ത് കടന്നുകളഞ്ഞ ക്രൂരനായിരുന്നു. ആലുവയിലെ ആ പകൽ ഭയപ്പാടോടെയാണ് ഇന്നും ഓർക്കുന്നത്. അസഫാകാലം എന്ന ക്രിമിനൽ ഒരു 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊന്നതിന്റെ 2ാം മാസമാണ് അടുത്ത സംഭവം കേട്ടത്. 8 വയസ്സുകാരിയെ തിരികെ കിട്ടുമ്പോൾ ചോരയൊലിച്ച് പേടിച്ചിരുന്നു ആ പെൺകുട്ടി. ക്രിസ്റ്റൽ വീട്ടിലെത്തുന്നത് മുതൽ അയാൾ പിടിയിലാകുന്നത് വരെ നടന്നതൊക്കെയും അവിശ്വസനീയമായി തോന്നുകയാണ്. റീവിസിറ്റിംഗ് ദ ക്രൈം സീൻ. കേരള മനസാക്ഷിയെ വീണ്ടും വീണ്ടും ഞെട്ടിക്കുകയാണ് ആലുവ. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് അക്രമി ആലുവയിലെ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയും തുടർന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത്. ഇക്കാര്യങ്ങൾ കുട്ടിയുടെ ബന്ധു മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കുന്നു. രാത്രി 12:30 ആയപ്പോൾ അച്ഛൻ തിരുവനന്തപുരം പോകാൻ വേണ്ടി ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഇവരെല്ലാവരും ഡോറ് ലോക്ക് ചെയ്ത് കിടന്നു. പക്ഷേ വിൻഡോ തുറന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ ജനല വഴി കൈയിട്ട് താക്കോലെടുത്ത് ഡോറ് അകത്ത് പ്രവേശിച്ചു. ഈ കുട്ടീൻ്റെ ചേട്ടനും അനിയത്തി ആ ഹാളിലുള്ള ബെഡിൽ കിടക്കുമായിരുന്നു. ബാക്കി അമ്മയും അനിയനും വേറെ ഒരു മുറിൻ്റെ അകത്തായിരുന്നു. മുറിൻ്റെ അകത്ത് കയറി ഫോണും കൊണ്ടുപോയിട്ടുണ്ട്. കുട്ടിയെ കൊണ്ടുപോയി. വീട്ടിൽ നിന്ന് കുട്ടിയെയും തട്ടിക്കൊണ്ട് പ്രതി കടന്നുപോയതാകട്ടെ പാടത്തേക്ക്. ഈ വീട്ടിലെ ഗൃഹനാഥനാണ് കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നതും അക്രമിയെ കാണുന്നതും. കനത്ത മഴയായതിനാൽ അക്രമിയെ തിരിച്ചറിയാനായില്ല. കൊച്ചിന് കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ സൈഡിൽ നിന്ന് കരച്ചിലാണ്. അപ്പം ഞാൻ വിളിച്ച് ഇപ്പുറത്തെ വീട്ടിലെ ഏതെങ്കിലും കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ എൻ്റെ അയലക്കത്തെ വീട്ടിലെ കുട്ടികളേതെങ്കിലും കരയുന്നതിനനുസരിച്ച് ഞാനൊന്നും കൂടെ ജനൽ തുറന്നിട്ട് 2 സൈഡിലോട്ടും ഒബ്സർവ് ചെയ്ത് നോക്കിയപ്പോൾ അവിടുത്തെ കുട്ടികളാരുമില്ല. ഇത് വേറൊരു സൗണ്ടാണല്ലോ വരുന്നത് എന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ നോക്കി. അപ്പോൾ ഇവിടെ നിന്നാണ് ഒച്ച വരുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് കട്ടിലുമ്പോൾ തന്നെ ഇരുന്ന് നോക്കിയപ്പോൾ ഈ കൊച്ചി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പോരുന്നു. അപ്പോൾ പിന്നെ അടിക്കാനുള്ള ആക്ഷൻ കാണിക്കുന്നുണ്ട്. കുട്ടിയെ അടിക്കാനുള്ള ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചി ഇങ്ങനെ വെറുതെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ കരയും. അല്ല, കരച്ചിൽ നിർത്തും. പിന്നെ ഈ 2.25 കൊച്ചിനെ മർദ്ദിക്കാന്ന് പറഞ്ഞത് ഒരു ഇമ്പോസിബിൾ ആണുള്ളത്. അതാണ് അതിൻ്റെ അത് എനിക്ക് പെട്ടെന്ന് കത്താനുള്ള കാരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ ഡോർ തുറന്ന് വൈഫിനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി. ലൈറ്റുകളൊക്കെ ഇട്ട് ഒരു വടിയും ടോർച്ചും കൊടയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങുന്ന സേഫ്റ്റി അല്ലാന്ന്, ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ. പുറത്തേക്ക് ഇറങ്ങുന്നത് ശരിയല്ലാന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത ഷാജിയുടെ വീട്ടിൽ വന്നു. ഷാജിനെയും വൈഫിനെയും വിളിച്ച്, എടാ ഇങ്ങനെ കൊച്ചിനെ വഴിക്ക് പോയിട്ടുണ്ടല്ല, നമുക്കൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഷാജി ഉടനെ തന്നെ അബൂബക്കറിനെ വിളിച്ച് തുടർന്ന് ഞങ്ങൾ അന്വേഷണം നടത്തിവിടാ. കനത്ത മഴയ്ക്കിടെയാണ് കുട്ടിയെ കീഴ്പ്പെടുത്തി അക്രമി ഈ പാടശേഖരത്തിലേക്ക് എത്തിയത്. ഇവിടെ എത്തിയ ശേഷം കുട്ടിയെ ക്രൂരമായി പീഡനത്തിന് ഇരയാക്കി. ഇതിനിടയിലാണ് തന്നെ അന്വേഷിച്ച് ആരൊക്കെയോ വരുന്നുണ്ടെന്ന ബോധ്യം അക്രമിക്ക് മനസ്സിലായത്. ഇതോടെ കുട്ടിയെ ഉപേക്ഷിച്ച് അയാൾ ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. ദൃക്സാക്ഷിയും സംഘവും കുട്ടിയെ അന്വേഷിച്ചു വരുന്നതിനിടയിലാണ് അക്രമിയിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടി ഓടി കരഞ്ഞുകൊണ്ട് അവശയായി എത്തുന്നത്. കുട്ടിനെ കിട്ടിയില്ല എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കുമ്പോൾ ക്ലബിൻ്റെ മുമ്പിലേക്കാണ് ഞങ്ങൾ 3 ആളും കൂടെ. അപ്പോൾ ഇതിൻ്റെ കൊച്ചു അവിടെ നിന്ന് ഇങ്ങനെ ഓടി വരുന്നു, കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. കുട്ടീനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ബാക്കിൽ കൂടെ ബ്ലഡ് വന്ന് ഈ കാലിന്മേലേക്കൊക്കെ വീണിട്ടുണ്ട്. പിന്നെ ഈ ബട്ടക്സിൻ്റെ ഈ സൈഡിൽ സ്ക്രാച്ച് വീണിട്ടുണ്ട്. ഫുൾ നേക്കറ്റായിരുന്നു കുട്ടി. ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഏറ്റവും വലിയ വിഷമം തോന്നിയത്. ആലുവയിൽ ഉറങ്ങിക്കിടന്ന 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച നരാധമൻ ക്രിസ്റ്റലാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസ് ആദ്യം സ്ഥിരീകരിച്ചിരുന്നു. പ്രതി അധിക ദൂരം പോയിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ആലുവ കേന്ദ്രീകരിച്ച് വ്യാപക തിരച്ചിൽ തുടങ്ങി. ഒടുവിൽ ഉച്ചയ്ക്ക് 3 മണിയോടെ പ്രതി ഒളിച്ചിരിക്കുന്ന പെരിയാറിൻകരയിലെ പൊന്തക്കാട്ടിൽ പോലീസ് എത്തി. ഒടുവിൽ പ്രതി നാടകീയമായി വലയും. 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം പ്രതി അധിക ദൂരം പോയിട്ടില്ല എന്ന് പോലീസ് സംഘം അനുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആലുവ കേന്ദ്രീകരിച്ച് വ്യാപകമായ തെരച്ചിൽ നടത്തുകയായിരുന്നു പോലീസ് സംഘം. അങ്ങനെയാണ് ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിന് താഴെ പൊന്തക്കാട്ടിൽ പ്രതിയുള്ളതായി പോലീസിന് വിവരം കിട്ടുന്നത്. പോലീസ് സംഘം ഇവിടേക്കെത്തി പ്രതിയുടെ അടുത്തെത്തിയപ്പോൾ ഇയാൾ വെള്ളത്തിൽ ചാടി.
ആ സമയത്ത് പ്രദേശത്ത് CITU തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പോലീസിന്റെ അനുവാദത്തോടുകൂടി അവർ വെള്ളത്തിലേക്ക് ഇറങ്ങി. തുടർന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു. അതിനുശേഷം പോലീസിന് കൈമാറി. കാട്ടിൽ നേരെ വെള്ളത്തിലോട്ട് അടി. ഇപ്പൊ ജോഷി പട്ടം ഞാൻ ഇപ്പുറത്ത് നിന്നു. ഇവൻ ജോഷി കൈ രണ്ടും പിടിച്ച് ഞാൻ കഴുത്തിരുന്നു. വിറവലായിരുന്നു, ഒരു വിറവലുണ്ടായിരുന്നു. പോലീസ് എത്തിയപ്പോൾ തന്നെ ഇയാൾ വെള്ളത്തിലോട്ട് ചാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്ന്. അപ്പോൾ അപ്പുറത്തൊരു പോലീസുകാരൻ ഇപ്പോൾ ഉണ്ടായി. അപ്പോൾ പുള്ളി അങ്ങോട്ട് വാന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞില്ല ഞാൻ നീന്തൂല എന്ന് പറഞ്ഞു ഞങ്ങൾ പിടിച്ച് സാറിനെ ഏൽപ്പിക്കുകയാണ്. തിരുവനന്തപുരം ചെങ്കൽ സ്വദേശിയായ കൊക്ക് സതീഷ് എന്ന ക്രിസ്റ്റിൽ നിരവധി കേസുകളിൽ പ്രതിയാണ്. 2017 മാനസിക വെല്ലുവിളിയുള്ള വൃദ്ധയെ പീഡിപ്പിച്ച കേസിൽ ഇയാൾ ഉൾപ്പെട്ടിരുന്നു.